അവനോട് വേണമെങ്കിൽ ഒന്ന് കഞ്ഞി കുടിക്കാൻ പറ. ബാക്കിയുള്ളവർ കിടന്ന് ഉറങ്ങണം. എന്താ നീ കഞ്ഞി കുടിക്കണില്ലേ? നിനക്കെന്താ വിഷമം? ഒന്നുമില്ല, നെബീസിന്റെ കാര്യം ആലോചിക്കായിരുന്നു. എന്റെ ഈ കൈകളിൽ കിടന്ന് വളർന്നവളാ അവള്, എന്റെ മറ്റൊരു പെങ്ങള്. ഇന്നവള് കല്യാണ പെണ്ണായി. ആ കല്യാണം നടക്കണം മത്തായിച്ചേട്ടാ. എങ്ങനെയും ഞാനത് നടത്തും. ഒരു നിവൃത്തിയില്ലെങ്കിൽ ഞാൻ ഒരു മാർഗം കണ്ടിട്ടുണ്ട്. എടാ ബാലകൃഷ്ണ, സത്യം പറ, നീ വല്ല ബാങ്ക് കുത്തിപ്പിടിക്കാൻ പ്ലാൻ ഇട്ടിരിക്കുക? അതൊന്നും വേണ്ടി വരില്ല, പണം കിട്ടും. പക്ഷേ ഞാൻ എന്തിനു വേണ്ടിയാണോ ഈ നഗരത്തിലേക്ക് വന്നത്, എന്ത് നേടാനാണോ ഇത്ര നാൾ വലഞ്ഞത്, ആ ജോലി എനിക്ക് നഷ്ടമാവും. റാണി, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്ത് കാര്യം? ഒന്ന് പുറത്തേക്ക് വരൂ, പറയാം. ഇവിടെ വെച്ച് പറഞ്ഞാൽ മതി. പ്ലീസ്, പേഴ്സണലായിട്ട് പറയണതാ. ഒന്ന് പുറത്തേക്ക് വരൂ. എന്താ? റാണി അന്നൊരു ദിവസം എന്നോട് പറഞ്ഞില്ലേ 50,000 രൂപ കൊണ്ട് തന്ന ജോലിന്ന് മാറി തരാമെന്ന്? കാര്യമായിട്ട് പറഞ്ഞാണോ അത്? മനസ്സുണ്ടായിട്ടൊന്നുമല്ല, നിങ്ങളുടെ വാശി കണ്ടപ്പോ ചെറിയൊരു ഇഷ്ടം തോന്നിയപ്പോ ഒന്ന് തോറ്റു തരാമെന്ന് കരുതിയെന്നേ ഉള്ളൂ. 50,000 പോയിട്ട് 50 പൈസയുടെ നിലയും വിലയില്ല തുരുത്തനാ ഞാൻ. കടം കൂടിയപ്പോഴാ നാട് വിട്ടത് തന്നെ. ഒരു ജോലി കയ്യിലുണ്ടെങ്കിൽ കടക്കാരെയൊക്കെ ഒന്ന് പറഞ്ഞു നിർത്താലോ. അതിനാ ഒരു ജോലി എളുപ്പം കിട്ടാൻ വേണ്ടി ഈ ബഹളമൊക്കെ ഉണ്ടാക്കിയത്. ബഹളം ഉണ്ടാക്കാനല്ലാതെ മറ്റൊന്നും എനിക്കറിയില്ല, അതിനുള്ള കഴിവുമില്ല. ജോലി റാണി തന്നെ എടുത്തോളൂ. ആർക്കെങ്കിലും മറിച്ചു കൊടുക്കാനാണെങ്കിൽ റാണിക്ക് അതിന് സാമർഥ്യം ഉണ്ടല്ലോ. എത്ര പേപ്പർ വേണമെങ്കിലും ഞാൻ ഒപ്പിട്ട് തരാം. പകരം എനിക്കൊരു 35,000 രൂപ തരുമോ? പെങ്ങളുടെ കല്യാണത്തിന് പണ്ട് വാങ്ങിച്ചൊരു കടമുണ്ട് എനിക്ക്. അത് ഉടനെ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ കല്യാണം മുടങ്ങും. സത്യവും ഞാൻ ഈ പറയുന്നതൊക്കെ. വളരെ പ്രതീക്ഷയിലാണ് വന്നത്. ഇപ്പോ റാണി എന്നെ സഹായിച്ചില്ലെങ്കിൽ ഞാൻ ആകെ ബുദ്ധിമുട്ടിലാവും. പ്ലീസ്, പറ്റില്ല എന്ന് പറയരുത്, അവധിയും പറയരുത്. ഇത്രയും വലിയൊരു മണ്ടത്തരം ബാലകൃഷ്ണൻ കാണിക്കണം. അത്യാവശ്യം കൊണ്ടാ. ഈ കച്ചവടത്തിൽ റാണിക്ക് ഒരു നഷ്ടവും വരില്ല, വലിയ ലാഭം ഉണ്ടാവും. പിന്നെ റാണി ഒരു സാമർത്ഥ്യകാരി ആയതുകൊണ്ട് ഞാൻ മനസ്സറിഞ്ഞ് തോറ്റു വരിക. എത്ര പെട്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്റെ സാമർത്ഥ്യമൊക്കെ. ഒരു കാര്യം ചെയ്യൂ, വൈകിട്ട് വീട്ടിലേക്ക് വരൂ, അവിടെ വെച്ച് സംസാരിക്കാം. ശരി, വരാം. റാണി, വീട് എവിടെയാന്ന് പറഞ്ഞില്ലല്ലോ? മരിയ ഹോസ്പിറ്റലിന് തെക്ക് ഭാഗത്ത് 4ാമത്തെ വീട്. താങ്ക്സ്. ഇതാമേ നമ്മൾ വെക്കുന്ന വീട്. ഇത്രയും വലുതോ? ഏതായാലും വെക്കല്ലേ അമ്മേ, ഇത്തിരി വലുത് തന്നെ ആയിക്കോട്ടെ. ജീവിതത്തിൽ ഒരിക്കലല്ലേ പറ്റൂ. നമ്മൾ നടന്നാട്ടെ. അണ്ണാ, പെട്രോൾ പെട്രോൾ ഒഴിക്കാടെ കിടന്ന് ചാവാ. സാറേ, സാറ് കൽക്കട്ട എപ്പോഴെത്തി? ഇന്ന് രാവിലത്തെ ഫ്ലൈറ്റിലെത്തി. നേരെ അമ്മയും കൊണ്ട് ഇങ്ങോട്ട് പോകുന്നു. ഞാനിവിടുത്തെ മേസ്ത്രിയാ. അമ്മയെ പറ്റി സാർ എപ്പോഴും എന്നോട് പറയാറുണ്ട്. ഇന്നലെ വൈകിട്ട് കൂടി പറഞ്ഞു. അതെങ്ങനെ? താനും കൽക്കട്ടയിലാണോ താമസിക്കുന്നത്? അതെ, ഞാൻ കൽക്കട്ടയിൽ നിന്ന് ഫോൺ ചെയ്തിരുന്നു. വീടിന്റെ പണി എളുപ്പം തീർക്കണം, അമ്മയ്ക്ക് ഒന്ന് കാണാനുള്ളതാണ്. അതാ അല്ലേ? അതെ. അമ്മ ഇങ്ങോട്ട് നടന്നാട്ടെ. എടോ, താൻ ഓവറാക്ട് ചെയ്ത് ചളവാക്കുമല്ലേ? എന്താണ്? ഇയാൾക്ക് എന്താന്ന് വെച്ചാ കൊടുത്ത് തൊലക്കി. എവിടുന്ന്? നീ കൊറേ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. അണ്ണാ, പെട്രോള്. എടാ ഒഴിക്കാടാ വഞ്ഞങ്ങള്. അല്ല പക്ഷേ, അതാരാ? അവന്റെ അമ്മയാണോ? അമ്മ തന്നെയാണോന്ന് എനിക്കും സംശയമുണ്ട്. അല്ല, അച്ഛൻ. ഇയാളും ചുമ്മാ ഇടൂ. താനെന്തിനാ എന്നോട് ചൂടാവുന്നത്? ആശാനെ, അമ്മ തന്നെയാണെന്നാ എന്നോടും പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം വന്ന് ഉറപ്പിച്ചിട്ട് പോയതാ. അമ്മ വരുമ്പോ ഇങ്ങനെയൊക്കെ പറയണമെന്ന്. ഏതായാലും ആള് മഹാവില്ലനാ. അതാണ് നമ്മുടെ ഓഫീസ് റൂം. അവിടെ നമ്മൾ കംപ്ലീറ്റ് മാർബിൾ ഇടാനുള്ള പരിപാടിയാണ്. ഇവിടെ അമ്മയുടെ ഒരു വലിയ ഫോട്ടോ, ഇവിടെ ഒരു ഊഞ്ഞാൽ അമ്മയ്ക്കിരുന്ന് ആടാൻ. ഇവിടെ നമ്മൾ കംപ്ലീറ്റ് സ്ക്രീൻ ഇടും. അപ്പുറത്തെ ഡൈനിങ് ടേബിൾ, അവിടെ ഞാനും അമ്മയും എന്റെ എടാ ഗോലകൃഷ്ണൻ, നീ കൽക്കട്ടയിൽ പോന്നു? നിനക്കെന്നെ മനസ്സിലായില്ലേ? ഞാനാ ബാലകൃഷ്ണൻ. ആരാ മോനെ അത്? ഞാൻ പറയാം. ഇവൻ എന്നെ ശരിക്കും അറിയാം. ഇപ്പൊ അറിയാത്തോട് നടിക്കുക. ഞങ്ങൾ തമ്മി ആദ്യവാദിയായി കാണുന്നത് തന്നെ റോഡിൽ വെച്ചാ. പോക്കറ്റടിക്കാരനാ വിചാരിച്ചത്. പോക്കറ്റടിക്കാരനോ? ബാലകൃഷ്ണൻ, ഒന്നു വന്നേ. എടാ, നിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ അമ്മ അറിയട്ടാ.
എനിക്ക് അമ്മയുടെ എല്ലാം പറയണം. നീ കൈവിട്ടെ. ഹ, ഇവൻ എന്നെ സഹായിച്ചതിന് കൈയും കണക്കുമില്ല. 6 കൊല്ലം ഞാൻ കഷ്ടപ്പെട്ടിട്ടും കിട്ടായിരുന്ന ജോലിയാ ഈസിയായിട്ട് ശരിപ്പെടുത്തി കൈ തന്നത്. എന്തിനമ്മ അധികം പറയുന്നത്? ഇവന്റെ ഈ കൈ കൊണ്ടല്ലേ ഞാനും ആ മത്തായിച്ചോണ്ടും 3 പേരും കഞ്ഞി കുടിച്ചു കഴിയുന്നത്. ഇവനില്ലെങ്കിൽ ഞങ്ങളുടെ അടുപ്പിൽ നിന്ന് തീ പുകയില്ല. നീ രാത്രി കഞ്ഞിക്കുമ്പോ എത്തുവോ? എവിടെ എത്തുമെന്ന്? അതെ, കൽക്കട്ടയില്. ഞാൻ ഈ അടുത്ത ഫ്ലൈറ്റിന് തിരിച്ചു എന്നിട്ട് വേണം കഞ്ഞി വെക്കാൻ. കൽക്കട്ടയിൽ നീ കഞ്ഞിയാണോ കുടിക്കുന്നത്? അതെ അമ്മേ, എനിക്ക് ചപ്പാത്തി പിടിക്കത്തില്ല, അതുകൊണ്ട് ഞാൻ തന്നെ വെക്കും. 3 നേരം കഞ്ഞിയാ. 3 നേരമല്ല, ഇവൻ ഫുൾ ടൈം കഞ്ഞിയാ. ബാലേഷ പ്ലീസ്. നീ എന്തിനാ വരളുന്നത്? നീ എനിക്ക് ചെയ്ത ഉപകാരങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും തിരിച്ചു എന്ന് വിചാരിച്ച? നമ്മളൊക്കെ എന്തെങ്കിലും ചെയ്താൽ വല്ലതും ആവൂ? ഇതിനൊക്കെ ദൈവം കൊടുക്കണം അല്ലേ അമ്മേ? അതെ മോനെ, എന്റെ മോന്റെ പ്രവൃത്തികൾക്കെല്ലാം ദൈവം അറിഞ്ഞു കൊടുക്കും. മതി, എനിക്കത് മതി. അമ്മ കൂടി അതിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാ മതി. ഒരു 100 രൂപ. എന്തിനാ? നിന്റെ പേരിലാ വഴിപാട് കഴിക്കാനാ? കൊടുക്കും മോനെ. ഏത് വഴിപാട്? നീ മറന്നുപോയോ? അന്ന് ആ വെള്ള പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്ത ആ ഗണപതിക്ക്. ഇവനിങ്ങനെ എല്ലാം മറക്കും. സ്ഥിര സ്വഭാവം. അമ്മേ, ഞങ്ങൾ പോരാ. ഡേ നീ വന്നേ. ഡാ, നിന്നെ ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ ഒടിച്ചു നുറുക്കി കൈ തരാം. പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. നിന്നോടൊക്കെ പ്രതികാരം ചീട്ടി ഈ ബാലകൃഷ്ണൻ ഒന്നും നേടാലടാ. വയ്ക്കോ, വയ്ക്കോടാ. ഒന്ന് നിന്നേ. ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ആ സ്ത്രീ അത് നിന്റെ അമ്മ തന്നെയാണോടാ പട്ടി? കടലാസിന്റെ തോണി അലയും കാറ്റിലുലയും 2 കരയും ദൂരെ ദൂരെ.